ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെറും 15 മിനിറ്റിൽ ആവിയിൽ വേവിച്ചെടുത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല പഞ്ഞി പോലെയുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. മിക്സിയിൽ അരച്ചെടുത്ത് ആവിയിൽ വളരെ എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ ക്യാരറ്റും ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്ന പഞ്ഞി പോലത്തെ ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ മധുരത്തിന് പാകത്തിന് ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരക്കപ്പിൽ നിന്നും കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അരക്കപ്പിനും 1/4 കപ്പിനും ഇടയിലായിട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ അളവിൽ പട്ട പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നല്ല ഹൈ സ്പീഡിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 മുതൽ 4 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നല്ല പോലെ തന്നെ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിലാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1/3 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിൽ മാത്രം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ വേണം നമ്മൾ കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. ഒരുപാട് നേരം ഇട്ട് കറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് നല്ല കട്ടിയായിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ ആദ്യം 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്തിട്ടുണ്ട്. അങ്ങനെ 4 ടേബിൾ സ്പൂൺ അളവ് പാല് ചേർത്തിട്ട് ലോ സ്പീഡിൽ ഞാനിവിടെ കറക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഗോതമ്പ് പൊടിയിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. എനിക്കിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ആവശ്യമായിട്ട് വന്നത്. പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. 1 കപ്പ് അളവ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ക്യാരറ്റിൽ നിന്നും ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോഴേക്കും നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയായി കിട്ടിക്കോളും. ഒരുപാട് ലൂസ് ആകരുത് നമ്മളുടെ കൂട്ട്. ആ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് വേണ്ടതെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ആവി കയറ്റാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ ഒന്ന് എണ്ണ തടവിയെടുക്കണം. ഞാൻ ഇതുപോലത്തെ ചെറിയ പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാത്രത്തിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യോ ബട്ടറോ ഒന്ന് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ പാത്രത്തിലും ഞാനിപ്പോൾ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമായിട്ട് നമുക്ക് കൂട്ടൊഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീമർ നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ട് ആവി കയറാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ല പോലെ വന്നതിന് ശേഷം വേണം നമ്മൾ പാത്രം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോ പാത്രമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 15 മിനിറ്റിൽ തന്നെ നമ്മളുടെ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കരുത്. അത്യാവശ്യം ചൂട് വന്നാൽ മാത്രമേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് നേരത്തേക്കാണ് ഞാനിതിപ്പോൾ ഇവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല പാകത്തിന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട്. ഇനി അഥവാ പറ്റിപ്പിടിച്ചതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ എല്ലാം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ല പോലെ മാറി വന്നതിന് ശേഷം വേണം നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അതിന് മുന്നേ ഡിമോൾഡ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പറ്റിപ്പിടിക്കും. അപ്പോൾ ഇപ്പോൾ ഇതാ ചൂടൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കയ്യിലേക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം ഡിമോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ക്യാരറ്റും ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന നമ്മളുടെ പഞ്ഞി പോലത്തെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കേക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ആ ഒരു പട്ട പൊടിച്ചതിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോൾ ഈ ഒരു കേക്കിന് ഒരു നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.